സാധാരണയായി നമ്മൾ നീളമുള്ള അല്ലെങ്കിൽ പൊക്കമുള്ള എന്തെങ്കിലും വസ്തുക്കൾ കാണിച്ചിട്ട് അതിനകത്ത് വലുത് ഏത് ചെറുത് ഏതെന്ന് ചോദിച്ചാൽ കണ്ടുകൊണ്ട് പറയാൻ പറ്റും പലപ്പോഴും, ശരിയല്ലേ? എന്നാൽ ഭിന്നസംഖ്യയുടെ കാര്യം വരുമ്പോൾ ഫ്രാക്ഷൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ മാത്തമാറ്റിക്കലി നമുക്ക് അതിനെ വലുതേത് ചെറുതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ആശയത്തിലേക്ക് പോകണം. ആക്ച്വലി വലിയ ഭിന്നം ഏത് ചെറിയ ഭിന്നം ഏത് എന്ന് കണ്ടുപിടിക്കുന്നതും ഭിന്നസംഖ്യകളുടെ താരതമ്യം നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു സെഷൻ. സോ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ സെഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇനി കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോവാം. ആ പഠിച്ച ആശയങ്ങൾ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ നോക്കാം. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളുണ്ടാവും, പുതിയ ചോദ്യങ്ങളുണ്ടാവും. സോ അതിലെ ഫസ്റ്റ് ചോദ്യം, വലിയ ഭിന്നം ഏത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ലാർജസ്റ്റ് ഫ്രാക്ഷൻ? ഓപ്ഷൻ എയിലുള്ളത് 11/12, ഓപ്ഷൻ ബിയിലുള്ളത് 8/9, ഓപ്ഷൻ സിയിൽ 12/13, ഓപ്ഷൻ ഡിയിൽ 5/6. ഒരുപക്ഷെ ഭിന്നസംഖ്യയുടെ താരതമ്യം നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പഠിച്ച ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ആയിരിക്കാം. കുറേ പേരെങ്കിലും അങ്ങനെ ആയിരിക്കാം പഠിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എപ്പോഴും നമ്മൾ ഭിന്നസംഖ്യ താരതമ്യം ചെയ്യാൻ തരുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഭിന്നമല്ലേ നോക്കുക. സാധാരണ ഭിന്നം വെച്ചാൽ പ്രോപ്പർ ഫ്രാക്ഷൻ, ന്യൂമറേറ്റർ ചെറുത്. ഇവിടെ ഇതെല്ലാം സാധാരണ ഭിന്നമാണ്. പിന്നെ ചെക്ക് ചെയ്യേണ്ടത് ഛേദം, ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആണ്, നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്റേഴ്സ് എല്ലാം വ്യത്യസ്തം. ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഫ്രാക്ഷൻസ് കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മളൊരു മെത്തേഡിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യേണ്ട ഇത്തരം കാര്യങ്ങളുള്ളൂ. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വ്യത്യാസം ഒരുപോലെ ആണോ നോക്കാം. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വ്യത്യാസം ഒരുപോലെ ഉള്ളതുകൊണ്ട് ഒരുപോലെ അല്ലാത്തതുകൊണ്ട് ഈ 2 കേസുകളാണ് നോർമലി ഉള്ളത്. സോ അത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വ്യത്യാസം ഒരുപോലെ ആണെങ്കിൽ ഇവിടുത്തെ കേസ് നോക്കിയാൽ വ്യത്യാസം 1 ഉണ്ട്, ഇവിടുത്തെ വ്യത്യാസം 1 ആണ്, ഇവിടുത്തെ വ്യത്യാസം 1 ആണ്, ഇവിടുത്തെ വ്യത്യാസം 1 ആണ്. വ്യത്യാസം ഒരുപോലെ ആണെങ്കിൽ, എല്ലാം സാധാരണ ഭിന്നമാണെങ്കിൽ നമുക്ക് ഏറ്റവും വലുതെന്ന് പറയുന്നത് ഏറ്റവും വലിയ ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ വരുന്നത്. ഇവിടെ നോക്കിയാൽ 12/13 ആണ് ഏറ്റവും വലിയ ന്യൂമറേറ്റർ. 12 ആണ് ഏറ്റവും വലിയ ന്യൂമറേറ്റർ, ശരിയല്ലേ? സോ 12/13 ആയിരിക്കും മാക്സ്. ഇങ്ങനെ കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റും. സോ സെയിം ഡിഫറൻസ് വരുന്ന കേസാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന ആശയം. സെയിം ഡിഫറൻസ്, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഡിഫറൻസ് സെയിം ആണെങ്കിൽ, സെയിം ഡിഫറൻസ് ആണ്, സെയിം വ്യത്യാസമാണ്. കൂടാതെ ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, സാധാരണ ഭിന്നം പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെയും നിങ്ങൾ തന്നെ കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് നോക്ക്, വ്യത്യാസം ഒരുപോലെ വെച്ചിട്ട് ഇപ്പം മനസ്സിലാവുന്നുണ്ടാവും. സോ ഇവിടുത്തെ ആൻസർ 12/13 ആണ്. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലൂടെ പരിശീലിച്ചവർക്ക് വേണ്ടി അതും കൂടി ഒന്ന് കാണിക്കാം, അപ്പം മനസ്സിലാവും വ്യത്യാസം എന്താണ്. വ്യത്യാസം മീൻസ് നമുക്ക് എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 11/12ഉം 8/9 ഈ 2 ഓപ്ഷൻസ് എടുക്കും. 9 ഇങ്ങോട്ട് ക്രോസ് ചെയ്യും, 12 ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. ആ സമയത്ത് ഡിനോമിനേറ്റർ തമ്മിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആക്കുന്നു. ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈസി ആയിട്ട് വലുതും ചെറുതും കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അതിന്റെ ആശയം. അതായത് LCM എടുക്കുന്നത്. സോ അതിന് പകരം ക്രോസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. 11 × 9 ഇങ്ങോട്ട് 9 ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ, ഇവിടെ 99 വരും. 12 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 12 8s are 96. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, തറവാകണം. 99 96 ഏതാണ് വലുത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട വലിയ ഭിന്നമല്ലേ? തീർച്ചയായും 99 അല്ലേ വലുത്. അതിന്റെ കറസ്പോണ്ടിങ് ഭിന്നം 11/12. സോ 11/12 ആണ് ഇവർ രണ്ടുപേരിലും വലുതെന്ന് മനസ്സിലായി. നെക്സ്റ്റ് 11/12ഉം 12/13 കൂടി എടുക്കുന്നു. 11/12ഉം 12/13 വീണ്ടും ക്രോസ് ചെയ്യുന്നു. 13 11 ഇങ്ങോട്ട് ക്രോസ് ചെയ്യും, 12 ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. 13 × 11 13 × 10 130 ആണ്, പ്ലസ് 13 143 വരും. 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സിലേക്ക് ഉണ്ട്, അതിലേക്ക് നമുക്ക് പിന്നീട് പോവാം. 12 × 12 12 സ്ക്വയർ 144, 143 144 വേറെ താരാ വലുത് 144 അല്ലേ? തീർച്ചയായും 144 ആണ്. സോ 12/13 അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ ഏതാ? 12/13. സോ ഇവർ രണ്ടുപേരിൽ ഇപ്പൊ 12/13. അപ്പൊ ഈ ഓപ്ഷനും പോയി, നമുക്ക് വലിയ ഭിന്നമല്ല വേണ്ടത്. ഇനിയിപ്പോ 12/13ഉം 5/6ഉം കൂടി കമ്പയർ ചെയ്യണം. 12/13ഉം 5/6ഉം കൂടി കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 6 × 12 13 × 5 6 × 12 ചെയ്യുമ്പോൾ 72 വരും. 13 × 5 ചെയ്യുമ്പോൾ നമുക്ക് 65 വരും. 13 5s are 65. ആക്ച്വലി താഴെ ക്രോസ് ചെയ്യുന്നുണ്ടല്ലോ. 13 6 are 17. നമ്മൾ എല്ലായിടത്തും താഴെയും ക്രോസ് മീൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. 13 6 are 17. സോ 72/78ഉം 65/78ഉം ആണ് ഈ ഫ്രാക്ഷൻ വരാൻ പോകുന്നത്. ഇതിനകത്ത് വലുത് 72 ആണോ 65 ആണോ? 72 ആണ്. നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ ഡിനോമിനേറ്റർ കാണേണ്ട ആവശ്യമില്ല. അതാണ് ഇതിന് മുമ്പ് ചെയ്ത രണ്ടിടത്തും നമ്മൾ ഡിനോമിനേറ്റേഴ്സ് മെൻഷൻ ചെയ്തില്ല, പക്ഷേ അവിടെ ഡിനോമിനേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. സോ ഇവിടെ നോക്കിയാൽ 72 65 72 ആണ് വലുത്. അതിന്റെ കറസ്പോണ്ടിങ് ഭിന്നം ഏതാ? 12/13. 12/13 ആണ് ഫ്രാക്ഷൻ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് സെയിം ആൻസർ തന്നെ വരാൻ പോകുന്നുള്ളൂ. 12/13 ആണ് ആൻസർ. പക്ഷേ
ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതോട് തെറ്റൊന്നുമില്ല. നമ്മൾ വെറുതെ അത്ര നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണമെന്ന് ആലോചിച്ചാൽ മതി. അതിന് പകരം ഒരു ഫ്രാക്ഷൻ കിട്ടുമ്പോൾ അതിനെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുക. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ തമ്മിലുള്ള വ്യത്യാസം സാധാരണ ഭിന്നമാണെങ്കിൽ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വ്യത്യാസം സെയിം ആണെങ്കിൽ, വലിയ ഭിന്നം എന്ന് വെച്ചാൽ വലിയ ന്യൂമറേറ്റർ ഉള്ള നോക്കിയാൽ മതി, ചെറിയ ഭിന്നം ചെറിയ ന്യൂമറേറ്റർ. ഇവിടെ 5/6 ആയിരിക്കും ചെറുത്. സോ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. സോ 12/13 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെറിയ ഭിന്നം ഏത്? 4 ഭിന്നങ്ങൾ തന്നിട്ടുണ്ട്, ഫ്രാക്ഷൻസ് ഉണ്ട്, അതിൽ ചെറിയ ഭിന്നം സ്മോളസ്റ്റ് ഫ്രാക്ഷൻ. സോ ഇവിടെ നോക്കിയാൽ 12/17, 21/26, 9/14, 7/12. മേ ബി ഫ്രാക്ഷനെ മറ്റൊരു ആംഗിളിൽ വീക്ഷിക്കുന്ന ആൾക്കാർ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ പെട്ടെന്ന് കിട്ടുന്നുണ്ടാവും. ഈവൻ ട്രിക്സിലേക്ക് പോവാതെ കിട്ടുന്നുണ്ടാവും. ഫ്രാക്ഷനെ വീക്ഷിക്കാൻ പറ്റുന്നവർ, മാത്തമാറ്റിക്കലി അല്ലാതെ നമുക്ക് പിക്ചറൈസ് ചെയ്ത് വീക്ഷിക്കാൻ പറ്റുന്നവർക്ക്. പക്ഷെ അതൊന്നുമില്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോയാൽ വലിയ വലിയ നമ്പേഴ്സ് ഉണ്ട്, ശരിയല്ലേ? സോ അവിടെ നമുക്ക് കാൽക്കുലേഷൻ കുത്തി വരുന്നുണ്ടാവും. പക്ഷേ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇത് സാധാരണ ഭിന്നമാണല്ല, ഡിനോമിനേറ്റർ വ്യത്യസ്തമായതുകൊണ്ട് നമ്മൾ വ്യത്യാസം നോക്കാൻ പോവാം. ഇവർ നമ്മുടെ വ്യത്യാസം 5 ഉണ്ട്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അംശവും ചെയ്തു 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്, ഇവിടെയും 5 ഉണ്ട്. സോ വ്യത്യാസം സെയിം ആണ്. വ്യത്യാസം സെയിം ആണെങ്കിൽ, നേരത്തെ കണ്ട ചോദ്യം പോലെ സെയിം ഡിഫറൻസ് ആണെങ്കിൽ നമുക്ക് ചെറിയ ഭിന്നമാണ് വേണ്ടതെങ്കിൽ സ്മോളസ്റ്റ് ഫ്രാക്ഷൻ എടുത്ത് എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ ന്യൂമറേറ്റർ നോക്കുക, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ തന്നിരിക്കുന്നത് നോക്കിയാൽ 7 ആണല്ലേ ഏറ്റവും ചെറിയ ന്യൂമറേറ്ററിനകത്ത്. സോ 7/12 ആണ് ഏറ്റവും സ്മോളസ്റ്റ് ഫ്രാക്ഷൻ. ഏറ്റവും വലുതോ 21/26. ഈസി അല്ലേ? സോ ഇവിടുത്തെ ആൻസർ 7/12 ആണ്. ഒരു കാൽക്കുലേഷനിലേക്ക് പോകേണ്ടി വന്നില്ലോ, മൈൻഡിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റില്ലേ? സോ അതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. അറിയാമെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഈ ഒരു രീതിയിൽ ഒബ്സർവ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറേയധികം ബെനിഫിറ്റ്സ് ഉണ്ടാകും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ തൽക്കാലം അതവിടെ വെച്ചേക്കാം. നമുക്ക് അതിന് പകരമുള്ള രീതികളിലേക്ക് പോവാം. സോ അങ്ങനെയെങ്കിൽ തേർഡ് ക്വസ്റ്റിലേക്ക് പോകും. ഏറ്റവും വലുത് ഏത്? ലാർജസ്റ്റ് ഫ്രാക്ഷൻ 5/7, 4/5, 2/3, 1/2. വീണ്ടും ഡിനോമിനേറ്റേഴ്സ് ഒക്കെ വ്യത്യസ്തമാണ്, എല്ലാം സാധാരണ ഭിന്നമാണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വ്യത്യാസം നോക്കിയാൽ 3 ഫ്രാക്ഷൻസിൽ നമുക്ക് വ്യത്യാസം 1 ഉണ്ട്, ശരിയല്ലേ? 1 ഉണ്ട് വ്യത്യാസം. പക്ഷേ 5/7 വ്യത്യാസം 2 ആണ്. സോ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഡിഫറൻസ് എല്ലായിടത്തും സെയിം അല്ല. സോ അതുകൊണ്ട് തന്നെ ഈ 2 ആശയങ്ങൾ നമുക്ക് അതുപോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് ഇല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലാതെ തന്നെ ഈ വ്യത്യാസം ഒരുപോലെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി ഉണ്ടല്ലോ. നമ്മുടെ സാധാരണ ഡിവിഷൻ, അതിന് എന്ത് ചെയ്യും? നമ്മളിത് ഇവിടേക്ക് ഒരു 0 അസ്യൂം ചെയ്യും, ശരിയല്ലേ? എന്തിനാ 0 അസ്യൂം ചെയ്ത്? നമുക്ക് അന്നേരം അതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, വിഷമ ഭിന്നം പോലെ കാണാം. നമുക്ക് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സൊല്യൂഷൻ പാർട്ടിലേക്ക് എത്താം. ആക്ച്വലി ഇതൊക്കെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരു ആശയമുണ്ട്, ദശാംശം. ഇതൊക്കെ ദശാംശ സംഖ്യയിലാണ് നമ്മൾ ഹരിച്ചാൽ അവസാനിക്കുക. പക്ഷെ അതിലേക്ക് പോകാം. ദശാംശമൊക്കെ നമുക്ക് കണ്ടെത്താൻ പാടാവുന്നുള്ള ധാരണ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു 0 ഇട്ടാൻ കൊടുത്താൽ മതി. ഇത് എല്ലായിടത്തും വർക്കാവുന്നതാണ് ഈ 0 ഇടുന്നത്. പക്ഷെ അതിനേക്കാൾ എളുപ്പം ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചാണ് നമ്മൾ ഈ 2 ചോദ്യങ്ങളിൽ അങ്ങനെ നോക്കാറുണ്ട്. സോ ഇനി കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ 2 മെത്തേഡ്സ് അറിയാമെങ്കിൽ അവിടെ 0 കൂടി ഇട്ടിട്ട് നോക്കിക്കോ. അപ്പം കുറച്ച് കാൽക്കുലേഷന്റെ പ്രാക്ടീസ് ആകുന്നുണ്ടാവും. സോ ഈ ചോദ്യത്തിലേക്ക് വീണ്ടും വരുന്നു. 50/7, 7 7s are 49 എന്നറിയാലോ. സോ ഇതിന്റെ വാല്യൂ 7 സംതിങ്. 40/5, 5 8s are 40. സോ ഇവിടെ 8 വരും. നമ്മൾ 0 ഇട്ട് കൊടുത്തോണ്ട് 8 വരും. 20/3, 6 വരും. 3 6 are 18. 10/2, 5. സോ ഇത് 5 ഉണ്ട്, ഇത് 6 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. വേണ്ടത് ഏറ്റവും വലുത്. 5 6 7 8. എത്രയാ വലുത്? 8 അല്ലേ വലുത്. സോ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രാക്ഷൻ 4/5. സോ ഇതാണ് നമ്മുടെ ആൻസർ 4/5. 40/5 അല്ല, 4/5. 0 നമ്മളായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. സോ ആൻസർ 4/5 ആണ്. ഏറ്റവും ചെറുത് ചോദിച്ചിരുന്നെങ്കിലോ ഇവിടുന്ന് തന്നെ പറയാൻ പറ്റുമല്ലോ. ഇത് 8 ഉണ്ട്, ഇത് 7 ആണ്, ഇത് 6 ആണ്, 5 ആണ്, 1/2. ഈസി അല്ലേ? സോ വേറെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകണ്ട, വേറെ ഒന്നും നമ്മൾ ചിത്രീകരണം പോകണ്ട. വേണ്ടത് കാൽക്കുലേഷന്റെ ഒരു പ്രാക്ടീസ് ആണ്. ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വേറൊരു മെത്തേഡിലേക്കും പോകേണ്ട ആവശ്യമില്ല. സോ ഭിന്നങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ സാധാരണ ഭിന്നമാണ്. സാധാരണ ഭിന്നം എന്ന് വെച്ചാൽ അംശം ചെറുതായ ഭിന്നങ്ങൾ. സോ അവിടെ നമ്മൾ നോക്കേണ്ടത് ആദ്യമേ ഡിനോമിനേറ്റർ സെയിം ആണോ നോക്കണം. സെയിം ആണെങ്കിൽ നേരിട്ട് ആൻസർ എഴുതാൻ പറ്റും. അതെങ്ങനെയാണ് നമ്മൾ ഓൾറെഡി സെഷനിൽ കണ്ടിട്ടുണ്ട്. ഡിനോമിനേറ്റർ വ്യത്യസ്തമാകുന്ന കേസിലാണ് നമുക്ക് പറയാനോ ചെയ്യാനോ പാട് വരുന്നത്. സോ ഡിനോമിനേറ്റർ വ്യത്യസ്തമായിട്ട് വരുമ്പോൾ ഏറ്റവും ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത്, സാധാരണ ഭിന്നത്തിൽ ഏറ്റവും ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് അവർ തമ്മിലുള്ള വ്യത്യാസം, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വ്യത്യാസം ഓരോ ഫ്രാക്ഷനിലും സെയിം ആണോ നോക്കുക. തന്നിരിക്കുന്ന എല്ലായിടത്തും സെയിം ആണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ, ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ നോക്കിയാൽ മതി. അതായിരിക്കും ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ.
ഏറ്റവും വലിയ ഫ്രാക്ഷൻ ചോദിച്ചാൽ, ഏറ്റവും ബിഗസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഏതെങ്കിലും എടുത്താൽ മതി. ഉള്ളതിൽ ഏറ്റവും വലിയ ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏത് എടുത്താലും കുഴപ്പമില്ല. എവിടെയാണുള്ളത് അതായിരിക്കും ഏറ്റവും വലിയ ഫ്രാക്ഷൻ. ഇതൊരെണ്ണം. പിന്നെ നമ്മളിപ്പോൾ കണ്ടത് വ്യത്യാസം സെയിം അല്ലെങ്കിൽ എന്ത് ചെയ്യും? വ്യത്യാസം സെയിം അല്ലെങ്കിൽ ഇതുപോലെ ഒരു 0 ഇട്ട് കൊടുക്കുക. ആ സമയത്ത് നമുക്ക് കാൽക്കുലേഷൻ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് അല്ലെങ്കിൽ ഈസി ആയിട്ട് പറ്റുന്നേ, പ്രാക്ടീസ് കൊണ്ട് പറ്റുന്നുണ്ടാവും. സോ ആ ലെവലിൽ നമുക്ക് ആൻസറിലേക്ക് വലിയ പേപ്പർ പെൻ കാൽക്കുലേഷൻ ഇല്ലാണ്ട് എത്താൻ സാധിക്കുന്നുണ്ടാവും.